വെൽക്കം ബാക്ക് എവ്രി വൺ. ദിസ് ഇസ് സുമോദ് ഫ്രം ടെക്നോ ഫാക്ടറി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തട്ടിക്കൂട്ടി സെറ്റപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഒരു സ്പെഷ്യൽ എൻട്രി ആണ്. ടൈറ്റിലും തംബ്നെയിലെല്ലാം കണ്ടു കാണും. ആൻഡ് ഇൻട്രോയും ഞാൻ കോപ്പി അടിക്കാൻ ട്രൈ ചെയ്തത് പുള്ളിയുടെ ഐക്കോണിക് ഇൻട്രോ ആണ്. സോ ആളാരാണെന്ന് ഓൾറെഡി പിടികിട്ടിയിട്ടുണ്ടാകും. ബട്ട് സ്റ്റിൽ നമ്മുടെ മലയാളം യൂട്യൂബ് സ്പേസിൽ ലൈക്ക് ഐ ക്യാൻ പ്രൗഡ്ലി സേ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഐ മീൻ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ഓവറോൾ പ്രൊഡക്ഷൻ, ഓഡിയോ ക്വാളിറ്റി ആവട്ടെ, ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ആയാലും ക്ലാരിറ്റി ഓഫ് കണ്ടന്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ചാനലാണ് ടെക് ടോക്ക് ബൈ ഹരീഷ്. സ്പെഷ്യലി വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലും അമേസിംഗ് ആയിട്ടുള്ള ബി റോൾസ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും ഓൺ പാർ വിത്ത് ബെസ്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇന്ന് എന്തായാലും നമ്മുടെ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ഐ എം റിയലി ഹാപ്പി ടു ഷോ കേസ് നമ്മുടെ ടെക് ടോക്ക് ഹരീഷ് ബ്രോയുടെ പി സി സെറ്റപ്പും ഡെസ്ക് സെറ്റപ്പും കാര്യങ്ങളും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ പി സി ബിക്കോസ് നമുക്കത് പെട്ടെന്ന് തീർക്കാൻ പറ്റിയതാണ്, അധികം പറയാനൊന്നുമില്ല. സോ പുള്ളി യൂസ് ചെയ്യുന്നത് ഒരു ആപ്പിൾ മാക് മിനി ആണ്. M1 ചിപ്പ് ഉള്ളത്, 2020 എഡിഷൻ. 16 GB ആണ് റാം, 512 GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റ് ആണ്. സോ ഇതിലാണ് നമ്മൾ കാണുന്ന ഈ വണ്ടർഫുൾ വീഡിയോസ് എല്ലാം പുള്ളി എഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് അഡീഷണലി സ്റ്റോറേജിന് വേണ്ടി 1 TB സാംസങ് T7 എക്സ്റ്റേണൽ SSDയും യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പി സിയുടെ കാര്യം അത്രയേ ഉള്ളൂ. വലിയ സ്പെസിഫിക്കേഷൻസോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വിൻഡോസ് പി സി പോലെ പറയാനൊന്നുമില്ല. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. മാക് മിനി ആണ് യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് മുമ്പ് ഒരു പി സി ഉണ്ടായിരുന്നു, ബിക്കോസ് പഴയ കുറെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പി സി. കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ആപ്പിൾ ഈക്കോ സിസ്റ്റത്തിലോട്ട് മാറിയെന്ന് തോന്നുന്നു. സോ പി സി ഓർ മെയിൻ എഡിറ്റിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. ആൻഡ് ഓവറോൾ സെറ്റപ്പ് ഇങ്ങനെയാണ് പുള്ളിയുടെ. ആൻഡ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, പുള്ളിയുടെ വീഡിയോസ് പോലെ തന്നെയാണ് സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ക്ലീൻ, ഒരു അൾട്രാ പ്രൊഫഷണൽ ലുക്കിംഗ് സെറ്റപ്പാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ടോപ്പ് ക്ലാസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഓവറോൾ ലൈറ്റിംഗ് ആയാലും കംപ്ലീറ്റ് ആംബിയൻസ് ആയാലും തിങ്സിന്റെ പ്ലേസ്മെന്റ് നോക്കുവാണെങ്കിലും എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. അത് റിയലി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ബിക്കോസ് അത്രയ്ക്ക് എഫേർട്ട് ഇതിൽ പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് പി സി കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ടുള്ളത് മോണിറ്ററാണ്. സോ മോണിറ്റർ പുള്ളി യൂസ് ചെയ്യുന്നത് LG ബ്രാൻഡിന്റെ 32 ഇഞ്ചിന്റെ ഒരു അൾട്രാ വൈഡ് മോണിറ്റർ ആണ്. സിംഗിൾ മോണിറ്റർ സെറ്റപ്പ് ആണ്. LG അൾട്രാ വൈഡ് മോസ്റ്റ്ലി എഡിറ്റിംഗ് പേർപ്പസിന് നല്ല മോണിറ്റേഴ്സ് ആണ്. കമ്മിങ് ടു ദ പെരിഫറൽസ്, കീബോർഡ് പുള്ളി യൂസ് ചെയ്യുന്നത് കീക്രോൺ ബ്രാൻഡിന്റെ K2 മോഡലാണ്. കീക്രോൺ ആക്ച്വലി കസ്റ്റം മെക്കാനിക്കൽ കീബോർഡ്സിലെ വൺ ഓഫ് ദി എമർജിംഗ് ടോപ്പ് കമ്പനീസ് ആണ്. 5 to 6 years ആയിട്ടേ ഉള്ളൂ കമ്പനി ഫോം ആയിട്ട്. പക്ഷേ ക്വാളിറ്റി കാരണം, കീബോർഡ്സിന്റെ ക്വാളിറ്റി കാരണം റിയലി ഫേമസ് ഒരു കമ്പനിയാണ് ഇപ്പം. ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കീബോർഡ്സിന്റെ ലൈനപ്പ് എല്ലാം നോക്കുവാണെങ്കിൽ. ആൻഡ് ഹരീഷ് ബ്രോ യൂസ് ചെയ്യുന്ന K2 മോഡൽ ഒരു 75% കീബോർഡ് ആണ്. ഇതിന്റെ ചെറിയ മോഡൽ ഉണ്ട് K6 65%. K10 നോക്കുവാണെങ്കിൽ ഫുൾ സൈസ് 100% കീബോർഡ് ആണ്. TKL റേഞ്ചിൽ വരുന്നതാണ് K8 മോഡൽ. സോ ഇതുപോലെ പല സൈസസിലും പല സ്വിച്ചസിന്റെ കോമ്പിനേഷനിലും ഇഷ്ടംപോലെ വേരിയൻസ് അവൈലബിൾ ആണ് കീക്രോൺ ബ്രാൻഡിൽ. നെക്സ്റ്റ് മൗസ് പുള്ളി യൂസ് ചെയ്യുന്നത് ക്രിയേറ്റേഴ്സ് കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ലോജിടെക്കിന്റെ MX Master 2 മോഡൽ. ഇതിന്റെ ലേറ്റസ്റ്റ് MX Master 3 ആണ്. സോ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിൽ ഹൈലി റിക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആണ് ലോജിടെക്കിന്റെ MX സീരീസ്. കീബോർഡ്സ് ഉണ്ട്, മൗസും ഉണ്ട്. ലോജിടെക്കിന്റെ MX Master 2 ആണ് മൗസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹെഡ്സെറ്റ് ഒരു ഓഡിയോ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ സെൻഹൈസർ ബ്രാൻഡിന്റെ ആണ് HD 200 Pro മോഡൽ. സോ ഇതൊരു ക്ലോസ് ടൈപ്പ് ഓവർ ദ ഇയർ മോണിറ്ററിംഗ് ഹെഡ്ഫോൺസ് ആണ്. പ്രൊഫഷണൽ ഓഡിയോ ഗിയർ ആൻഡ് എക്യുപ്മെന്റ്സിൽ സെൻഹൈസർ വൺ ഓഫ് ദി ടോപ്പ് ബ്രാൻഡ്സ് ആണ്. സ്പീക്കേഴ്സ് ഹരീഷ് ബ്രോ യൂസ് ചെയ്യുന്നത് പ്രീസോണോസ് ബ്രാൻഡിന്റെ Airis 4.5 മോഡൽ ആണ്. പ്രീസോണോസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് കമ്പനീസ് ആണ് ഇൻ ടേംസ് ഓഫ് ഓഡിയോ ആൻഡ് റെക്കോർഡിംഗ് എക്യുപ്മെന്റ്സ്. Airis 4.5 നല്ലൊരു നിയർ ഫീൽഡ് മോണിറ്ററിംഗ് സ്പീക്കേഴ്സ് ആണ് വിത്ത് അക്കോസ്റ്റിക് ട്യൂണിംഗ് ഫീച്ചറും വരുന്നുണ്ട്. സോ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ട്യൂണിംഗ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ മറ്റൊരു ഓഡിയോ എക്യുപ്മെന്റ് ഡെസ്കിൽ കാണുന്നത് RME ഓഡിയോ കമ്പനിയുടെ ബേബി ഫേസ് പ്രോ FS മോഡൽ ഓഡിയോ ഇന്റർഫേസ് ആണ്. സോ ഇതൊരു 24 ചാനൽ USB ഓഡിയോ ഇന്റർഫേസ് ആണ്. മൾട്ടിപ്പിൾ XLR മൈക്സും അതർ മ്യൂസിക്കൽ ഡിവൈസസും നമുക്ക് ഈസിലി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് ഓഡിയോ ഇന്റർഫേസ് പുള്ളി യൂസ് ചെയ്യുന്നത്. ആൻഡ് സൈഡിൽ ഈ കാണുന്ന ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് DAT ബ്രാൻഡിന്റെ VO7U മോഡൽ USB ഡൈനാമിക് മൈക്ക് ആണ്. സോ DAT അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ലൈക്ക് റോഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ സിമിലർ റോഡിന്റെ സിമിലർ പ്രോഡക്ട്സ് ആണ് ഇറക്കുന്നത്. ചിലതൊക്കെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ റോഡിന്റെ മൈക്സുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ളതാണ്. സോ റോഡ് ബ്രാൻഡിന്റെ ഓൾമോസ്റ്റ് നിയർ ക്വാളിറ്റി കിട്ടുന്ന മൈക്സ് നമുക്ക് DAT ബ്രാൻഡിൽ കിട്ടും, ഹാഫ് ദ പ്രൈസിൽ. ഇനി നെക്സ്റ്റ് മെയിൻ ബ്യൂട്ടി, അതായത് ഈ കാണുന്ന വലിയ ഡെസ്ക് ഒരു സിറ്റ് സ്റ്റാൻഡ് ടൈപ്പ് ഡെസ്ക് ആണ്. മെയിൻസ് എന്ന ബ്രാൻഡിന്റെ സ്റ്റാൻഡേർഡ് എഡിഷനിൽ വരുന്ന ഡെസ്ക് ആണ്. വാൾനട്ട് ആണ് വുഡ് ടോപ്പ് യൂസ് ചെയ്തേക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫീച്ചർ ഉള്ള ഒരു അടിപൊളി ഡെസ്ക് ആണ്. സോ അതാണ് ഡെസ്ക്. ആൻഡ് ഈ കാണുന്ന അടിപൊളി ചെയർ ഈസ് ഫ്രം ദി ബ്രാൻഡ് എർഗോടെക് ബ്രാൻഡിന്റെ വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിൽ വരുന്ന എർഗോണോമിക് ചെയർ ആണ്. സോ ഇതൊക്കെയാണ് ഹരീഷ് ബ്രോയുടെ ഡെസ്ക് സെറ്റപ്പിൽ ഉള്ളത്. പുള്ളി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഐറ്റംസിന്റെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്ത് വിറ്റേക്കുന്നത്. ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിട്ടുള്ളതൊന്നും നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. ഒബ്വിയസ്ലി ഇതൊരു PC സെറ്റപ്പിന്റെ ഇതായതുകൊണ്ട് തന്നെ
ഓൺലി ടേബിളിലെ അല്ലെങ്കിൽ ഡെസ്ക് സെറ്റപ്പിൻ്റെ PC സെറ്റപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അയച്ചത്. ആൻഡ് അത് മാത്രമല്ലാതെ ഡെസ്കിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെയും പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെസ്കിലെ അതർ ആക്സസറീസ് നോക്കുവാണെങ്കിൽ ഡെയിലി ഒബ്ജക്റ്റ് എന്ന ബ്രാൻഡിൻ്റെ 2-in-1 വയർലെസ് ചാർജറാണ് യൂസ് ചെയ്യുന്നത്. ഓർബിറ്റ് കീസിൻ്റെ ടെക് ഓർഗനൈസർ പുള്ളി യൂസ് ചെയ്യുന്നു, അതാണ് ഈ കാണുന്നത്. സിമിലർലി ഡെൽറ്റ ലാബ്സിൻ്റെ ഒരു ടേബിൾ മാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ TKFൻ്റെ മാറ്റും പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ഹബിൻ്റെ തന്നെയാണ് ഈ ചെറിയ മൗസ് അല്ലെങ്കിൽ റിസ്റ്റ് റെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ലോങ് ടേം മൗസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസ്റ്റിൻ്റെ കംഫർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ബാക്കിൽ നോക്കുവാണെങ്കിൽ വോളയിലുള്ളത് ഐക്യ ബ്രാൻഡിൻ്റെ പെഗ് ബോർഡാണ്. സോ ഇത് ഐ തിങ്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് ഐക്യെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം, ഒന്ന് സെറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ എൻ്റെ ഒരു അസംഷൻ ഐ തിങ്ക് 4 വലിയ പീസ് വേണമായിരുന്നു. സോ ആ ഒരു അത്രയും ബഡ്ജറ്റ് ആക്ച്വലി ഇല്ലായിരുന്നു. സോ അതിനെ ഞാൻ കുറച്ചിട്ടാണ് ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന DIY ഞാൻ തന്നെ ചെയ്തത്. സോ തൽക്കാലം ഐക്യയുടെ പെഗ് ബോർഡ് വേണ്ട, ബാക്കിൽ കാണുന്ന ഇത് വെച്ച് ഞാൻ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. റിയലി വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ് ആണ്. നാട്ടിലും ഐ തിങ്ക് ഐക്യ വരേണ്ടതാണ്, വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ആൻഡ് ഫൈനലി പുള്ളിയുടെ സെറ്റപ്പിൽ ഒരു കാര്യം കൂടി നോട്ടീസ് ചെയ്തത്, നമ്മുടെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കണ്ട് ഇൻ കേസ് തലവേദന എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് പെരട്ടാൻ വേണ്ടി വിക്സും റെഡിയായിട്ട് ഡെസ്കിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എനിവേസ് ബ്രോ, ഒന്നും പറയാനില്ല, അമേസിംഗ് സെറ്റപ്പ്. ഓൾമോസ്റ്റ് എവറി ഡേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതാണ് ഈ സെറ്റപ്പ്. പക്ഷേ ബ്രോയുടെ സെറ്റപ്പിൻ്റെ പോസ്റ്റും സ്റ്റോറീസ് എപ്പോൾ കണ്ടാലും ലൈക്ക് ഒരു കൈൻഡ് ഓഫ് എ പോസിറ്റീവ് വൈബാണ്, മൊത്തത്തിലൊരു പോസിറ്റിവിറ്റിയാണ് ബ്രോയുടെ സെറ്റപ്പിൻ്റെ ഈ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. ബട്ട് ഇത്രയ്ക്ക് പേഷ്യൻസും ഇത്രയും ഇതെല്ലാം ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും എനിക്കില്ല. റിയലി ബ്രോ, എവറിത്തിങ് അത്രയും നീറ്റായിട്ടാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഇതൊരു വലിയൊരു എക്സാമ്പിൾ ആണ്. ലൈക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇത്രയും നീറ്റ് ഒരു സെറ്റപ്പ് വേണം, ഒരു പക്കാ ട്രൂലി പ്രൊഫഷണൽ അൾട്രാ ക്ലീൻ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഐഡിയ വേണമെങ്കിൽ ഈ സെറ്റപ്പ് കണ്ടാൽ മതി. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഓരോ ആസ്പെക്റ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ചെറിയ പ്ലാന്റിന്റെ പ്ലേസ്മെന്റ്, ഓവറോൾ കളർ തീം, മൊത്തത്തിൽ ആ ഒരു ലൈറ്റിംഗ് ആകട്ടെ, ആംബിയൻസ് ആകട്ടെ, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ആൻഡ് കേബിൾ മാനേജ്മെന്റ് അത്രയും പെർഫെക്റ്റ് ആണ്. നമ്മളൊരു സെറ്റപ്പ് നോക്കുമ്പം കുറച്ച് കേബിൾ മാനേജ്മെന്റ് ഒക്കെ നോക്കാറുണ്ട്. ബട്ട് ഈ ഒരു സെറ്റപ്പിൽ നമുക്കങ്ങനെ കേബിൾസ് എവിടെ നോക്കണമെന്ന് പോലും മനസ്സിലാകുന്നില്ല. ബിക്കോസ് അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് സെറ്റപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കേബിൾ മാനേജ്മെന്റ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഓവറോൾ ബ്രോ, ഇതൊരു കൈൻഡ് ഓഫ് റിവ്യൂ ഒന്നുമല്ല, ബട്ട് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. നമ്മൾ ജസ്റ്റ് ഷോക്കേസ് ചെയ്യുന്നതാണ്. ഡെസ്ക് സെറ്റപ്സും PC സെറ്റപ്സും ഷോക്കേസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. സോ ആ ഒരു ഇതിൽ പെർഫെക്റ്റ് സെറ്റപ്പാണ്. ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ട്, ഇതിൽ ഏതെങ്കിലും സ്പെസിഫിക്കലി ഏതെങ്കിലും പാർട്ടിലെ കോമ്പണൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഹരീഷ് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും യൂട്യൂബ് ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇതിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. സോ അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഓഫ് തട്ടിക്കൂട്ട് സെറ്റപ്പ് അയച്ചത് ടെക് ടോക്ക് എന്ന ചാനലിലെ ഹരീഷ് ബ്രോ ആണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് വൺസ് അഗൈൻ ഹരീഷ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദി എൻട്രി. ലൈക്ക് ഈ സെറ്റപ്പ് നമ്മുടെ ഈ സെഗ്മെന്റിൽ കാണിക്കാൻ പറ്റിയതിന് ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ്. എനിവേസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.